ഹായ് നമസ്കാരം. ഞാൻ അപ്പക്കുട്ടൻ കടിമേനി. കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് ഇത്. അധികമൊന്നുമില്ല, ഒരു 6ഓളം PVC പൈപ്പ് താങ്ങുകാലായി കൊടുത്തുകൊണ്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ്. നാം സാധാരണ കണ്ടുവരുന്നത് കോൺക്രീറ്റ് പോസ്റ്റിലാണ്. അപ്പം ഇതിപ്പം നല്ല രീതിയിൽ തന്നെ ഈ PVC പൈപ്പിന് ഡ്രാഗൺ പറ്റിപ്പിടിച്ച് കയറുന്നുണ്ട്. എങ്കിലും നമ്മൾ കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഈ റിങ്ങിലേക്ക് കയറി കഴിഞ്ഞിട്ട് വീണാൽ കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോരില്ല. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. 10 വർഷം മുന്നേ ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വാങ്ങിച്ച് മുറ്റത്ത് ഒരു ചീമക്കൊന്നൊക്കെ നട്ടിരുന്നു. അതിൻ്റെ മേലെ തന്നെ ഇതുപോലെ ടയറൊക്കെ വെച്ച് കെട്ടിയിട്ട് അത് ചെയ്തു. പക്ഷേ കാലാകാലങ്ങളിൽ ഈ കൊന്നിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, അത് കൊത്തലും. എങ്കിലും എനിക്ക് 10ഉം 15ഉം കായൊക്കെ സാധാരണ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൗതുകം കൂടി തോന്നിയുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ ഇപ്രാവശ്യം ഫ്രൂട്ട്സ് കിട്ടിയതിൻ്റെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് തൈയാക്കിയിട്ടാണ് നട്ടത്. ഇതിപ്പോൾ ഏകദേശം 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് 2 മീറ്റർ ഹൈറ്റാണ് ഈ ഒരു പൈപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. അതിനുശേഷം വേര് പിടിപ്പിച്ച തൈ ഞാനിതിന് നട്ടു. ഒരു തൈ മാത്രമേ നട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 2 ശിഖരം മേലോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ വർക്കെല്ലാം ചെയ്ത് ഞാൻ തന്നെയാണ്. വെറുതെ ഇരിക്കും മുറ്റത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത്, ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട. ഇതൊന്ന് പിടിച്ച് കിട്ടിയ വലിയ മണ്ണ, കുറച്ച് വളമൊക്കെ കൊടുത്ത് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് വലിയ നനയൊന്നും വേണ്ട. വെളിച്ചം വേണം നല്ല. അപ്പം എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ വേണം. നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ്, വ്യവസായമൊന്നും വേണ്ട, സ്വന്തം ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് അവനെൻ്റെ മുറ്റത്ത് തന്നെ പറിച്ചെടുക്കാൻ പറ്റിയ നല്ലതല്ലേ എന്നുള്ള കാഴ്ചപ്പാടാണ്. ഞാൻ ഒട്ടനവധി മറ്റ് ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും ഒരു കൗതുകത്തിന് വെച്ചതാണ്. പിന്നെ എൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പിൽ ഇതുകൊണ്ട് കുറച്ച് ചേമ്പൊക്കെ നട്ടുകൊടുത്തു. പന്നിശല്യം വളരെ ഭയങ്കരമാണ് ഇവിടെ. ഇതാ റോഡ് സൈഡാണ്, വളരെ ഫ്രീ ആയി കിടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും പന്നി ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പൈസ ഒന്നും മുടക്കാതെ വീട്ടിലുള്ള സാരിയൊക്കെ കെട്ടി ഇങ്ങനെ ഒരു വേലിയും കൂടി ആക്കിയിരിക്കുകയാണ്. കർഷകന് ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നും തന്നെ തിന്നാൻ തരാത്തൊരവസ്ഥയാണ് വന്യമൃഗം കൊണ്ട്. എന്ത് ചെയ്യാം, കർഷകൻ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.